നമസ്കാരം. 80കളിലും 90കളിൽ നിന്നും ബസ് കിട്ടാത്ത ഒരുപാട് പേർ നമ്മുടെ ഈ 2000 കാലഘട്ടത്തിലും ഇപ്പോഴുമുണ്ട്. എന്നാൽ അത് സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു അരോചകമായ കാര്യമാണ്. ഒരു പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിലെ അംഗമായ ക്യാപ്റ്റനായ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. मैं पूरी दुनिया फिर के आ रहा हूं, अभी ऑस्ट्रेलिया से आ रहा हूं, यूरोप। यंगस्टर रुल रहे हैं, घर वाले जलील, बीवियां शोरों में लड़ाई हो रही हैं। इतना हालात खराब हो गए कि उन्होंने लड़कियों को कमाई पे लगा दिए। मुझे ऑस्ट्रेलिया के मेयर ने कहा तुम्हारे यहाँ डिप्रेशन ड्रग्स क्यों है, तुम्हारे यहाँ खुदकुशी क्यों है। मुझे भी ऑस्ट्रेलिया का कैप्टन, वो पहला टॉप प्लेयर, उसने मुझे बुलाया, वो शॉन स्टेट कोई फास्ट बॉलर है, पाकिस्तानी कोच। न्यूजीलैंड के कैप्टन ने मुझे बुलाया, विलियमसन ने, कि यार हमारे हालात बताओ कैसे सही होंगे। मुझे ऑस्ट्रेलियन मेयर ने कहा जब से हमने औरतों को कमाई पे लगाया हमारा कल्चर बर्बाद हो गया, हमारे इतने हालात खराब हुए, औरतें भी कमाई कर रही हैं। और पाकिस्तान में जब से औरतों ने कमाना शुरू किया 3 साल में 30% तलाक बढ़ गई है। टू हेल विद यू, दफा हो जाओ, मैं खुद कमा सकती हूँ, मैं घर चला सकती हूँ। ये पूरा एक गेम प्लान है मेरे दोस्तों, लेकिन जब तक हिदायत नहीं मिलेगी इस गेम प्लान को नहीं समझ सकते। आप आंख से अंधे हैं, सांप और रस्सी है, सांप रस्सी आप कह रहे हैं कहां है सांप, मुझे तो एक जैसा लग रहा है, जब आंख खुलेगी फिर സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ പാകിസ്ഥാനിൽ വിവാഹ മോചനങ്ങൾ 30% വർദ്ധിച്ചെന്ന വിവാദ പരാമർശവുമായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സയ്യിദ് അൻവർ. വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ സയ്യിദിനെതിരെ ഉയരുന്നത്. സാമ്പത്തികമായി ഭദ്രത വരുന്നതോടെ സ്ത്രീകൾക്ക് സ്വന്തമായി വീട് കണ്ടെത്താനും ഒറ്റയ്ക്ക് ജീവിക്കാനും തോന്നുമെന്നും ഇതാണ് ഡിവോഴ്സിലേക്ക് നയിക്കുന്നതെന്നും സയ്യിദിന്റെ അഭിപ്രായം. എന്ന് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയോ അന്നു മുതൽ പാകിസ്ഥാനിൽ വിവാഹ മോചനങ്ങൾ അധികരിച്ചു എന്നും സയ്യിദ് പറയുന്നു. ഭാര്യമാർ പറയുന്നു എനിക്ക് സ്വന്തമായി സമ്പാദിക്കണം, എനിക്ക് സ്വന്തമായി കുടുംബം നടത്തണമെന്ന്. പക്ഷെ ഇതൊരു ഗെയിമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ലെന്നും സയ്യിദ് പറയുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വീഡിയോയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ പറയുന്നത്. ഞാൻ ലോകത്തിന്റെ മുഴുവൻ കോണിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ടത് യുവാക്കളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. കുടുംബങ്ങളെല്ലാം തന്നെ മോശമായ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കമിതാക്കളെല്ലാം തന്നെ തമ്മിൽ വഴക്കുകൾ പതിവായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇതിനെല്ലാം കാരണം അവരൊക്കെ അവരുടെ സ്ത്രീകളെ പണത്തിന് വേണ്ടി ജോലിക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ടാണെന്നും സയ്യിദ് കൂട്ടിച്ചേർത്തു. വലിയ വിവാദങ്ങളിലേക്കാണ് ഈ പരാമർശം കടന്നു ചെല്ലുന്നത്. വിവാദങ്ങൾക്കപ്പുറം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കൊണ്ടാണോ ഡിവോഴ്സിലേക്ക് പോകുന്നത്? പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. എന്നാൽ ആരും തന്നെ ആരുടെയും അടിമയല്ല എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.